രാമ 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 പാഹി മാം രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം. എല്ലാ ഭക്ത മനസ്സുകൾക്കും വൈഷ്ണവ സുദർശനത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. കഴിഞ്ഞ ദിവസം വരെ നമ്മൾ പറഞ്ഞു വച്ചിരുന്നത് രാമായണ മാസം കഴിഞ്ഞു അല്ലേ? ഇന്നലത്തെ കൊണ്ട് പുണ്യമായിട്ടുള്ള ആ ശ്രീരാമചന്ദ്രമൂർത്തിയുടെ ആ രാമായണ പാരായണം നമ്മൾ ചെയ്തുകൊണ്ടിരുന്നു ഇന്നലെ വരെ. അപ്പോൾ ഇനിയും നമുക്ക് ചിങ്ങമാസം 1-ാം തീയതിയായി. ഭഗവാന്റെ കഥകൾ പറഞ്ഞു തീർന്നിട്ടില്ല. ഇപ്പോഴും അത്ര നമ്മൾ എത്ര പറഞ്ഞാലും നമുക്ക് മതിവരില്ല ഭഗവാന്റെ കാര്യങ്ങൾ പറയുമ്പോഴത്തേക്കും. അപ്പോൾ വീണ്ടും വീണ്ടും പറയാനായിട്ട് നമുക്ക് തോന്നുകയാണ്, വീണ്ടും വീണ്ടും കേൾക്കാനായിട്ട് എല്ലാവർക്കും ആ ഭഗവാന്റെ കഥകൾ കേൾക്കാൻ വളരെ ഇഷ്ടമാണ്, വളരെ താല്പര്യമാണ്. കാരണം എന്തുകൊണ്ടാണ്? നമുക്ക് അത്രയും സമയം നമ്മൾ ദുഃഖത്തിൽ നിന്ന് ദുഃഖം എന്തെങ്കിലും ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ, ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ ശരി നമ്മളൊന്നും അറിയുന്നില്ല അല്ലേ? അപ്പോൾ ആ ഒരു മാസം പോയത് ശരിക്കും പറഞ്ഞാൽ ഒരു 2 ദിവസം 3 ദിവസമൊക്കെ പോയതുപോലെ. രാമായണ മാസം തുടങ്ങാനായിട്ട് നമ്മൾ കാത്തിരുന്നു ഒരു മാസം അല്ലേ? അപ്പോൾ അങ്ങനെ കാത്തിരുന്നു. ഈ കാത്തിരുന്ന ഒരു മാസം വളരെ പെട്ടെന്ന് ഈ രാമായണ മാസം കഴിയുകയും ചെയ്തു. തുടങ്ങിയതും അതുപോലെ തീർന്നൊന്നും അറിഞ്ഞില്ല, അത്ര പെട്ടെന്നാണ് പോയത്. അപ്പോൾ ആ ഭഗവാന്റെ കഥകളുടെ ഒരു മഹിമ അതാണ്. നമ്മുടെ ആ ഒരു എന്താ പറയുക, നമുക്ക് പ്രാരബ്ധവശാൽ നമ്മൾ അനുഭവിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ടെങ്കിലും ഇത് ഭഗവാൻ ഒരു സ്മരണയിൽ നമ്മളിതൊന്നും അറിയുന്നില്ല. ആ ഒരു മാസമൊക്കെ പോയത് വളരെ അറിയാതെ തന്നെ പോയി കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ കഥകൾ തീർന്നില്ല ഇപ്പോഴും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ 32-ാമത്തെ ദിവസത്തെ കഥ ഒരു 2-3 ഭാഗങ്ങളായിട്ട് പറഞ്ഞാലേ തീരുള്ളൂ. അത് നമ്മൾ ഒത്ര ഓടിച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞാലും അതിനുള്ള കഥയുണ്ട് പറയാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് തിരക്കൊന്നും പിടിക്കേണ്ട, ഒരു 2-3 ഭാഗങ്ങളായിട്ട് നമുക്ക് ആ ഭഗവാന്റെ ആ പുണ്യമായിട്ടുള്ള കഥകൾ നമുക്ക് പറയാം. അപ്പോൾ എല്ലാവരും ഭഗവാന്റെ കഥ കേൾക്കാനായിട്ട് ഒരുങ്ങിയിരിക്കുകയാണെന്നറിയാം. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഭഗവാന്റെ ഈ ഒരു കഥ കേൾക്കാനായിട്ട് ധാരാളം ഭക്ത മനസ്സുകൾ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ള ഭാഗ്യവും ഇനിയും കേൾക്കാൻ പറ്റാത്ത ഭക്തന്മാർക്കും അമ്മമാർക്കും ഒക്കെ അതിനുള്ളൊരു ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് ജഗദീശ്വരനോട് സാക്ഷാൽ ശ്രീരാമചന്ദ്രമൂർത്തിയോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ കഥ ആരംഭിക്കാം. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു വെച്ചിരുന്നത് ആ വിഭീഷണനെ ഭഗവാൻ രാജാവായിട്ട് അഭിഷേകം ചെയ്തതായിരുന്നു അല്ലേ? അപ്പോൾ അങ്ങനെ ഭഗവാന് ലങ്കയിലെ രാജാവായിട്ട് അഭിഷേകം ചെയ്തു. യഥാർത്ഥത്തിൽ ഒരു യുദ്ധം മറ്റൊരു രാജാവ് ജയിച്ചു കഴിഞ്ഞാൽ ആ ജയിക്കുന്ന ആ ആളാണ് അവിടുത്തെ രാജാവ് ആവേണ്ടത്. അതാണ് രാജനീതി, രാജതന്ത്രം എന്ന് പറയുന്നത്. പക്ഷേ അതാണ് ഭഗവാനെ ലോകം മുഴുവൻ ഇന്നും മര്യാദ പുരുഷോത്തമനാണ്, ധർമ്മത്തിൻ്റെ വിഗ്രഹമാണ് ഭഗവാൻ എന്ന് പറയുന്നത്. ആ ശ്രീരാമചന്ദ്രമൂർത്തി ധർമ്മത്തിൻ്റെ വിഗ്രഹമാണെന്ന് പറയാൻ കാരണം ഇതാണ്. കാരണം എന്തുകൊണ്ടാണ്? ഭഗവാൻ അവിടെ ആ യുദ്ധം ജയിച്ചതിന് ശേഷം അവിടെ ഉള്ള വിഭീഷണനെ, അതായത് ഇപ്പോൾ നിലവിൽ ആ ലങ്കയ്ക്ക് ഒരേ ഒരു അവകാശം എന്നാണ് വിഭീഷണനാണ്. അതുകൊണ്ട് ആ വിഭീഷണനെ, ആ രാവണന്റെ അനുജനായിട്ടുള്ള വിഭീഷണനെ ഭഗവാൻ രാജാവായിട്ട് അഭിഷേകം ചെയ്തു. അതാണ് ഭഗവാന്റെ ആ ഒരു ധർമ്മനിഷ്ഠ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ അഭിഷേകം ചെയ്ത് വിഭീഷണനെ അവിടെ ലങ്കയുടെ രാജാവാക്കി. അതിനുശേഷം ഭഗവാൻ ഇനി സീത മാതാവിനെ സ്വീകരിക്കുകയാണ്. അപ്പോൾ ഹനുമാനെ വിളിച്ചിട്ട് ഭഗവാൻ പറയുകയാണ്, ഹനുമാനെ നീ വിഭീഷണനോട് ചോദിക്കണം, വിഭീഷണനോട് അനുജ്ഞയാ, അതായത് വിഭീഷണനോട് ചെന്നിട്ട് അനുവാദം ചോദിച്ചിട്ട് ലങ്കാപുരത്തിലേക്ക് ചെന്നിട്ട് ജാനകിയോട്, അതായത് സീതയോട് ആ നക്തഞ്ചരാധിപനെ, അതായത് ആ രാവണനെ ഞാൻ നിഗ്രഹിച്ച നിഗ്രഹിച്ച വൃത്താന്തം, ആ വാർത്ത നീ പറഞ്ഞ് കേൾപ്പിക്കണം എന്ന് പറയുകയാണ്. എന്നിട്ട് നീ അവളുടെ ഭാവവും വാക്കും എന്നോട് വന്ന് പറയണം എന്ന് പറയുകയാണ്. അപ്പം ഭഗവാന്റെ ഒരു ഭാവം നോക്കി, അതായത് സീതാദേവിയോട് അറിയിച്ചിട്ട് സീതയ്ക്ക് അതിനകത്ത് സന്തോഷമാണോ ഉള്ളത്, അതോ ഇനി എന്താ പറയുക ദുഃഖമാണോ ഉള്ളത്, അതാണ് അവളുടെ ഭാവവും വാക്കും വന്നിട്ട് എന്നോട് നീ പറയുക എന്ന് പറഞ്ഞത്. അപ്പോൾ അത് കേട്ടതും
ഹനുമാൻ സ്വാമി അവിടുന്ന് നേരെ ലങ്കാപുരത്തിൽ ചെന്നു. അപ്പം നിശാചരന്മാരൊക്കെ സൽക്കരിച്ചു അല്ലേ. ഇപ്പോൾ ആരാ അവിടെ സജ്ജനങ്ങൾ, ദുഷ്ടന്മാരായിട്ടുള്ള അസുരന്മാരെ മുഴുവൻ ഭഗവാൻ വധിച്ചു. ഈ പാടെ കുറച്ച് നല്ല നിശാചരന്മാർ, രാക്ഷസന്മാരാണുള്ളത്. അപ്പം അങ്ങനെ അവരൊക്കെ വന്ന് ഹനുമാൻ സ്വാമിയെ സൽക്കരിച്ചു. അങ്ങനെ നേരെ മരുതപുത്രൻ, അതായത് ഹനുമാൻ ചെന്നിട്ട് നേരെ സീതാദേവിയുടെ അടുത്തോട്ട് ചെന്നു. അപ്പോൾ ആ ഭൂമിസുത, ആ സീതാദേവി രാമൻ്റെ ആ പാദങ്ങളെ തന്നെ ധ്യാനിച്ച് ഇരിക്കുകയായിരുന്നു. എന്നിട്ട് പതുക്കെ ഭഗവാൻ ആരാണ് ഹനുമാൻ സ്വാമി വൃത്താന്തം കാര്യങ്ങളെല്ലാം പറഞ്ഞു. എന്നിട്ട് പറയുകയാണ്, അമ്മേ സീതേ, ഭഗവാൻ ശ്രീരാമചന്ദ്രമൂർത്തി ലക്ഷ്മണനോടും അതുപോലെ തന്നെ വിഭീഷണനോടും സുഗ്രീവനോടും അങ്ങനെ വാനരന്മാരോടും എല്ലാവരോടും കൂടിയിട്ട് ആ ദശഗ്രീവനെ കൊന്നു എന്ന് പറയുകയാണ്. അപ്പോൾ ഇത് കേട്ടതും ഈ ഒരു വാർത്ത അവിടുത്തോട് ചെന്ന് പറയാനായിട്ട് ഭഗവാൻ എന്നെ നിയോഗിച്ചതാണ് എന്ന് അമ്മയോട് പറയുകയാണ്, സീതയോട് പറയുകയാണ്. അപ്പോൾ അത് കേട്ടതും സീതാദേവിക്ക് എന്താ പറയുക, വളരെയധികം സന്തോഷം ഉണ്ടായി. അപ്പോൾ വളരെ എന്താ പറയുക, എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല ദേവിക്ക്. അപ്പോൾ പറയുകയാണ്, നീ പറ ഹനുമാനെ, നീ ചൊല്ലേണ്ടത് ചൊല്ലൂ, നീ പറയേണ്ടത് പറയൂ. എൻ്റെ ഭർത്താവിനെ ഞാൻ എങ്ങനെയാണ് കാണുന്നത്? ഇനി എനിക്ക് അദ്ദേഹത്തിനെ കാണാതിരിക്കാൻ എനിക്ക് കഴിയുന്നില്ല. അതുകൊണ്ട് നീ അതിനുള്ള ഒരു കാര്യം നീ ചെയ്യൂ ഹനുമാനെ. എൻ്റെ ഭർത്താവിനെ കാണുന്നതിനുള്ള ഒരു യോഗം നീ എത്രയും പെട്ടെന്ന് ഉണ്ടാക്കൂ എന്ന് പറയുകയാണ്. എനിക്ക് ഇനിയും എന്താ പറയുക, ധൈര്യമില്ല, ധീരത്വമില്ല. ഇനിയും എൻ്റെ ആ ഭഗവാനെ, എൻ്റെ പ്രാണനാഥനെ, ശ്രീരാമചന്ദ്രമൂർത്തിയെ കാണാതിരിക്കാൻ എനിക്ക് കഴിയുന്നില്ല എന്ന് ദേവി പറയുകയാണ്. അപ്പോൾ ആ ഹനുമാൻ സ്വാമി ഇത് കേട്ടതും രാമനോട് വന്നിട്ട് ദേവി പറഞ്ഞതുപോലെ പറയുകയാണ്. അപ്പോൾ രാമൻ വിഭീഷണനോട് പറയുകയാണ്, ജാനകി ദേവിയെ എത്രയും പെട്ടെന്ന് എൻ്റെ അടുത്തോട്ട് വരാനായിട്ട് പറയൂ എന്ന് പറയുകയാണ്. അപ്പോൾ അവിടെയാണെങ്കിൽ വിഭീഷണനാണെങ്കിൽ ഉടനെ ധാരാളം എന്താ പറയുക, രാക്ഷസ സ്ത്രീകളെയൊക്കെ ഏൽപ്പെടുത്തിയിട്ടുണ്ട്. സീതാദേവിയെ കുളിപ്പിച്ച് ദിവ്യ അമ്പരങ്ങളും, അതായത് ആ പുതിയ വസ്ത്രങ്ങളും ആഭരണങ്ങളും ഒക്കെ അണിയിച്ച്, കുറിക്കൂട്ടൊക്കെ അണിയിച്ച്, ഒരു എന്താ പറയുക, ഒരു ശിബിക എന്ന് പറഞ്ഞാൽ ഒരു പല്ലക്കിൻ്റെ മുകളിൽ ദേവിയെ ഇരുത്തി എത്രയും പെട്ടെന്ന് കൊണ്ടുവരൂ എന്നൊക്കെ ആ വിഭീഷണൻ അവിടെ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉടൻ തന്നെ കുറച്ച് വൃദ്ധമാരായിട്ടുള്ള നാരീ ജനങ്ങളൊക്കെ ചെന്നിട്ട് ആ ദേവിയെ കുളിപ്പിച്ചു, ചമയിപ്പിച്ചു, എന്നിട്ട് തണ്ടിലടിപ്പിച്ചു, അതായത് ആ പല്ലക്കിലൊക്കെ കൊണ്ടുവന്നു. അപ്പോൾ അങ്ങനെ വളരെ വളരെ ആഘോഷമായിട്ട് ഇത് കണ്ടതും ദേവി അല്ലേ, ആ ദേവിയെ കാണാനായിട്ട്, ആ ജാനകിയെ കാണാനായിട്ട് വാനരന്മാരെല്ലാവരും കൂട്ടമിട്ട് ഓട്ടി അവരിങ്ങനെ എന്താ പറയുക, ആകാംക്ഷാഭരിതരായിട്ട് ഇങ്ങനെ ഓടി വരികയാണ് തൻ്റെ ആ ഒരു അമ്മയെ കാണാനായിട്ട് അല്ലേ. അപ്പോൾ ഇത് കണ്ടതും ദേവിയുടെ അടുത്തേക്ക് ഒരു വന്നത് കണ്ടപ്പോഴത്തേക്കും അറിയാം ഇനിയിപ്പോൾ അവിടെ കുറച്ച് രാക്ഷസന്മാരുണ്ട്, അവരാണിപ്പോൾ ഈ ഭരണ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അപ്പോൾ അവരെന്ത് ചെയ്തു, അവർ ഈ വാനരന്മാരെയൊക്കെ തല്ലി ഓടിക്കാൻ തുടങ്ങി. അപ്പോൾ അവരുടെ കരച്ചിലൊക്കെ കേട്ടപ്പോൾ ഭഗവാൻ നോക്കിയപ്പോൾ കാണുന്നത് എന്താ പറയുക, അവർ ഈ വാനരന്മാരെയൊക്കെ ആട്ടി അകറ്റുന്നതാണ് കാണുന്നത്. അപ്പോൾ ഭഗവാൻ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അത് അല്ലേ. അവരെന്തിനാണ് തൻ്റെ ഈ ദേവി ആരെ വീണ്ടെടുക്കാനാണോ തങ്ങൾ യുദ്ധം ചെയ്തത്? ആ ദേവിയെ കാണാൻ വേണ്ടിയിട്ടാണ് വാനരന്മാർ തിക്കും തിരക്കും പിടിച്ചത്. അപ്പോഴാണ് ഈ രാക്ഷസന്മാർ ഇവരെ തല്ലുന്നത്. അപ്പോൾ ഭഗവാൻ ചോദിക്കുകയാണ്, വിഭീഷണനോട് ചോദിക്കുകയാണ്, നിന്നോട് ഞാൻ പറഞ്ഞോ ഈ വാനരന്മാരെയൊക്കെ ഉപദ്രവിക്കാനായിട്ട്? വിഭീഷണ, ഞാൻ നിന്നോട് പറഞ്ഞായിരുന്നോ? ഇല്ലല്ലോ. പിന്നെ എന്തിനാണ് നിന്റെ കിങ്കരന്മാർ ഈ വാനരന്മാരെയൊക്കെ ഉപദ്രവിക്കുന്നത് എന്തിനാണ് വിഭീഷണ എന്ന് ചോദിക്കുകയാണ്. അതാണ് ഭഗവാന്റെ ഒരു മഹത്വം എന്ന് പറയുന്നത്. എത്ര അടുത്ത സുഹൃത്താണെങ്കിലും ഭഗവാൻ ചോദിക്കേണ്ട കാര്യം കൃത്യമായിട്ട് ചോദിച്ചിരിക്കും. ചോദിക്കേണ്ട സമയത്ത് തന്നെ ഭഗവാൻ ചോദിക്കും. നിന്നോട് ഞാൻ പറഞ്ഞോ, വാനരന്മാരെ തല്ലി ഓടിക്കാൻ പറഞ്ഞോ, അല്ലെങ്കിൽ അവരുടെ ആട്ടി അകറ്റാനായിട്ട് പറഞ്ഞോ എന്ന് ഭഗവാൻ ചോദിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, അവര് ജാനകിയെ കണ്ടാൽ, സീതയെ കണ്ടാൽ എന്താണ് ഹാനിയുള്ളത്?
നീ പറ, എന്നോട് പറയുകയാണ്. അതിനു മുമ്പ് ഭഗവാൻ അനുവാദം ചോദിച്ചതാണ്. പക്ഷേ ഇവിടെ മറ്റൊരു രീതി കണ്ടു കഴിഞ്ഞാൽ ഉടനെ ഭഗവാൻ അത് ധർമ്മം എന്താണോ അതിൽ അനുസരിച്ച് ഭഗവാൻ പെരുമാറുള്ളൂ. എന്നിട്ട് ഭഗവാൻ തന്നെ അവരോട് പറയുകയാണ്, വാനരവീരന്മാരോട് പറയുകയാണ്, മാതാവിനെ ചെന്ന് കാണുന്നത് പോലെ മൈഥിലിയെ ചെന്ന് കണ്ടാലും ഏവരും നിങ്ങളുടെ അമ്മയെ എങ്ങനെയാണോ നിങ്ങൾ കാണുന്നത് അതുപോലെ അതേ ആ ഒരു ഭാവത്തിൽ, ആ ഒരു ബഹുമാനത്തിൽ നിങ്ങൾ പോയി കാണൂ. നിങ്ങൾ അപ്പോൾ അതായത് പറഞ്ഞതിൻ്റെ അർത്ഥം അപ്പോൾ അവർക്ക് എല്ലാവർക്കും മനസ്സിലായി എന്താണ്. ഇങ്ങനെ തിരക്കും ഒന്നും കൂട്ടി ഒന്നും അല്ല. നമ്മൾ അമ്മയെ കണ്ടല്ല, അമ്മയുടെ അടുത്ത് വരുമ്പോൾ നമ്മളെത്ര വലിയ ആളാണെങ്കിലും അല്ലേ, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണെങ്കിലും UN-ന്റെ സെക്രട്ടറി ജനറൽ ആണെങ്കിലും സ്വന്തം അമ്മയുടെ അടുത്ത് വരുമ്പോൾ മകനാണ്, കൊച്ചുകുട്ടിയുടെ ഒരു ഭാവം തന്നെ എപ്പോഴും ഉണ്ടാകും അല്ലേ. തൻ്റെ രക്ഷിതാവിൻ്റെ ഒരു അടുത്തേക്ക് വരുമ്പോഴുള്ളൊരു ഭാവം ഉണ്ടാവണം. അപ്പോൾ അങ്ങനെ ആ ഒരു ഭാവത്തിൽ വന്ന് കൊള്ളാനാണ് പറഞ്ഞത്. അപ്പോൾ അവർക്ക് വളരെ സന്തോഷമായി. അപ്പോൾ എന്നിട്ട് ഭഗവാൻ ചോദിക്കുകയാണ്, ഭഗവാൻ ആദ്യം പറഞ്ഞായിരുന്നു പല്ലക്കിലൊക്കെ കൊണ്ടുവരാൻ. അതിനനുസരിച്ച് ഇവിടെ പല്ലക്കിൽ വന്നപ്പോൾ ഭഗവാൻ പറയുകയാണ്, എന്തിനാണ് പല്ലക്കിലൊക്കെ കൊണ്ടുവരുന്നത്, നടന്നു വരട്ടെ എന്ന് പറയുകയാണ്. അങ്ങനെ ദേവിക്ക് ഇത് കണ്ടപ്പോഴത്തേക്കും ആദ്യം ഒരു വല്ലായ്മ തോന്നി. എന്ന് വെച്ചാൽ ഭഗവാൻ ഇത്രയും ദൂരം നിന്നുണ്ട്. ദേവി അവിടുന്ന് നമ്മളൊന്ന് മനസ്സിൽ കാണണം. ധാരാളം കോടി വാനരന്മാരും ലക്ഷക്കണക്കിന് നിശാചരന്മാർ, രാക്ഷസന്മാരും എന്താ പറയുക അവരുടെ ഭാര്യമാരും ഒക്കെ ഇങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ ഭഗവാൻ പറയാണ്, എന്തിനാണ് പല്ലക്കിൽ വരുന്നത്, നടന്നു വരട്ടെ. ഇത് ഈ അധ്യാത്മരാമായണത്തിലില്ല, ഇതിലാണ് വാൽമീകി രാമായണത്തിലാണ്. അപ്പോൾ ദേവി ശരിക്കും ഒന്ന് ഞെട്ടിപ്പോയി ഭഗവാന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു ഭാവം. കാരണം വെച്ചാൽ ഒരു വർഷത്തിന് ശേഷം കാണുകയാണ്. അപ്പോൾ ദേവി അവിടെ നിന്ന് ഇറങ്ങി നടന്നു വരികയാണ് ഇത്രയും ആൾക്കാരുടെ മുമ്പിൽ കൂടി. അപ്പോൾ ദേവി മുഖം മറച്ചിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു മുഖം മറക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം ഭഗവാൻ കുറച്ച് നല്ല രീതിയിൽ ദേവിയോട് സംസാരിക്കുന്നുണ്ട്. കുറച്ച് ക്രൂരമായിട്ട് തന്നെയാണ് ഭഗവാൻ അവിടെ സംസാരിക്കുന്നത്. അധ്യാത്മരാമായണത്തിൽ അതൊന്നും എഴുതിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അത് തോന്നും. വാൽമീകി രാമായണം വായിക്കുന്ന ആർക്കാണെങ്കിലും ഏത് ഭക്തനാണെങ്കിലും ഭക്തയ്ക്കാണെങ്കിലും ഒക്കെ തോന്നും, എന്താണ് ഭഗവാൻ ഇങ്ങനെ പുരുഷോത്തമനായിട്ടുള്ള മര്യാദയുടെ വിഗ്രഹമായിട്ടുള്ള ധർമ്മത്തിൻ്റെ വിഗ്രഹമൂർത്തിയായിട്ടുള്ള ഈ ഭഗവാൻ എന്താണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് നമുക്ക് തോന്നും. പക്ഷേ നമുക്ക് രാമനെ കൂടുതൽ അറിയുമ്പോൾ, രാമൻ്റെ മഹത്വം കൂടുതൽ മനസ്സിലാകുമ്പോൾ നമുക്ക് മനസ്സിലാകും രാമൻ ചെയ്തതാണ് ശരി, പറഞ്ഞതൊക്കെ കുറവാണ്, കുറച്ചുകൂടെ വേണമായിരുന്നു എന്ന് തോന്നും അല്ലേ. അത്രയ്ക്ക് ഉണ്ട്. കാരണം എന്താണ്, അതിന് പിന്നിൽ വലിയൊരു കഥയുണ്ട്. അത് രാമായണത്തിൻ്റെ കുറച്ച് പുറകിലേക്കുള്ള ഭാഗം വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും അല്ലേ. ലക്ഷ്മണൻ സ്വാമി എന്ന് പറയുന്നത് ത്യാഗത്തിൻ്റെ മൂർത്തിയാണ്. ഭഗവാൻ ധർമ്മത്തിൻ്റെ മൂർത്തിയാണെങ്കിൽ, ശ്രീരാമചന്ദ്ര മഹാപ്രഭു ധർമ്മത്തിൻ്റെ മൂർത്തിയാണെങ്കിൽ, ഇവിടെ ലക്ഷ്മണസ്വാമി എന്ന് പറയുന്നത് ത്യാഗമാണ്. ത്യാഗമേ രൂപം പൂണ്ട ഒരാളുണ്ടെങ്കിൽ അത് ലക്ഷ്മണനാണ്. കാരണം വിവാഹം കഴിച്ച് അധികം നാൾ കഴിഞ്ഞില്ല, ഉടൻ തന്നെയാണ് രാമനൊപ്പം കാട്ടിൽ പോകുന്നത്. സ്വന്തം ഭാര്യയെ എന്താ പറയുക, ഒരു ഭാര്യാസുഖമൊന്നും അനുഭവിച്ചിട്ടില്ല അദ്ദേഹം. തൻ്റെ അച്ഛനും അമ്മയുടെ സ്ഥാനത്താണ് ദേവിയെ കാണുന്നതും ദേവനെ കാണുന്നതും. അതായത് ഭഗവാനെയും ദേവിയെയും കാണുന്നത് സ്വന്തം അച്ഛനെ അല്ലെ, ഭഗവാനെ കാണുന്നത് അയോധ്യാധിപനായിട്ടുള്ള ദശരഥൻ ആയിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ ഇവിടെ സീതാദേവിയെ കാണുന്നത് തൻ്റെ സ്വന്തം അമ്മ സൗമിത്രി അല്ലെ, ആ സുമിത്രയെ പോലെയാണ് ഭഗവാനോടെ കാണുന്നത്. ആ ഭഗവാനോട്, ലക്ഷ്മണനോട് ആ അമ്മ അന്ന് പറഞ്ഞ വാക്കുകൾ ലക്ഷ്മണൻ്റെ ഹൃദയത്തിൽ എത്ര പ്രാവശ്യം ഹൃദയം പൊട്ടുന്ന വേദന അദ്ദേഹത്തിനുണ്ടായി. ഇത് രാമനറിയാം. അപ്പോൾ ഇത് ഇല്ലാണ്ടാകണം, അത് ദേവിക്കൊരു പാപമായിട്ട് അവിടെ കിടക്കുകയാണ്. ആ പാപം ഇല്ലാതാവണം. ആ പാപം ഇല്ലാതായാൽ മാത്രമേ ഭഗവാനിലേക്ക് സീതയാണെങ്കിലും വന്നു ചേരാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ദുഃഖിക്കുമ്പോൾ ആ പാപം അഗ്നിയിൽ കൊണ്ട് പഞ്ഞിയും വിറകുമൊക്കെ കത്തുന്നത് പോലെ ദുഃഖം അനുഭവിക്കുമ്പോൾ നമ്മുടെ പാപങ്ങൾ ഇല്ലാതെയാകും. അപ്പോൾ ആ ദേവി അവിടെ ദുഃഖം അനുഭവിച്ചു. അപ്പോൾ ദുഃഖം അനുഭവിച്ചപ്പോൾ ദേവിയുടെ പാപങ്ങളൊക്കെ ഇല്ലാതെയായി. കാരണം അറിയാം അല്ലേ, പണ്ട് മാനിനെ പിടിക്കാനായിട്ട് പോകുന്ന സമയത്ത് മാരീചൻ, കുറച്ച് സമയം പോയാലും കുഴപ്പമില്ല, നമുക്കതും കൂടെ പറഞ്ഞിട്ട് മാരീചൻ അവിടെ മാനായിട്ട് വന്നതും ഭഗവാൻ ആ മാനിൻ്റെ പുറകെ പോയതും മാനിനെ കിട്ടാതെ നമ്മൾ അമ്പ ചെയ്തതും അസ്ത്രം കൊണ്ട സമയത്ത് മാരീചൻ അവിടെ നിന്നിട്ട് സീതേ, ലക്ഷ്മണ രക്ഷിക്കൂ എന്നൊക്കെ പറഞ്ഞ് ആ രാമൻ്റെ ശബ്ദത്തിൽ കരഞ്ഞപ്പോൾ സീതാദേവി പറയുകയാണ്, ലക്ഷ്മണ നോക്കൂ,
നിന്റെ ജ്യേഷ്ഠനെ എൻ്റെ പ്രാണനാഥനായിട്ടുള്ള ആ ഭഗവാനെ, അതേതോ ഒരു അസുരനാണ്, രാമൻ്റെ കരച്ചിലല്ലേ കേൾക്കുന്നത്, നീ പോയി രക്ഷിക്കൂ എന്ന് പറയുകയാണ്. അപ്പോൾ ലക്ഷ്മണൻ പറയുകയാണ്, ഇല്ല ജ്യേഷ്ഠത്തി അമ്മേ, എൻ്റെ ജ്യേഷ്ഠൻ അങ്ങനെ കരയുകയില്ല, ജ്യേഷ്ഠൻ അങ്ങനെ കരയാൻ പറ്റില്ല, ജ്യേഷ്ഠൻ കരയില്ല എന്ന് പറയുകയാണ്. അപ്പോൾ വീണ്ടും സീതാദേവി പറയുകയാണ്, അല്ല ലക്ഷ്മണ, അത് നിന്റെ ജ്യേഷ്ഠൻ രാമൻ തന്നെയാണ് കരയുന്നത്, എന്തോ ആപത്താകപ്പെട്ടിട്ടുണ്ട്, നീ പോയി രക്ഷിക്കാൻ പറയുകയാണ്. 2-3 പ്രാവശ്യം പറഞ്ഞപ്പോഴും ലക്ഷ്മണന് രാമനെ നന്നായിട്ടറിയാം, പക്ഷെ സീതയ്ക്ക് അത്രയും അറിയില്ല. ഭഗവാൻ പറഞ്ഞു, ഇല്ല എൻ്റെ ജ്യേഷ്ഠൻ കരയുകയില്ല അമ്മേ, അമ്മേന്നാ വിളിക്കണ ലക്ഷ്മണൻ. അപ്പോഴാണ് ചോദിക്കുന്നത് കുറച്ച് വാക്കുകൾ, നിന്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. നിന്റെ ഉദ്ദേശം രാമൻ എന്തെങ്കിലും ആപകത്ത് അകപ്പെട്ടിട്ട് നിനക്ക് എന്നെ അനുഭവിക്കാൻ വേണ്ടിയിട്ടല്ലേ നീ ഇങ്ങനെയൊക്കെ നീ ഇപ്പം പോകാതെ നിൽക്കുന്നത്. എന്നാൽ നീ ഓർത്തോ ലക്ഷ്മണ, അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ശരീരം ഞാൻ ഒന്നുകിൽ എങ്ങനെയെങ്കിലും രീതിയിൽ ഇല്ലാതാക്കും, ഒന്നുകിൽ ഞാൻ വിഷമെടുത്ത് കുടിക്കുകയോ, അല്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും മരത്തിൽ ഞാൻ കെട്ടിത്തൂങ്ങുകയോ, അല്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും വെള്ളത്തിലേക്ക് എടുത്ത് ചാടുകയോ, അങ്ങനെയെങ്കിലും ഞാൻ മരിച്ചിരിക്കും, ഒരിക്കലും നിനക്കെന്നെ കിട്ടില്ല. അപ്പോൾ ഭഗവാൻ ഇത് കേട്ടതും ചെവി പൊത്തിപ്പോയി. എന്നിട്ട് വീണ്ടും പറയുകയാണ്, ചിലപ്പം നിന്റെ ഉദ്ദേശം വേറൊന്നായിരിക്കും അല്ലേ, ഇപ്പം രാമൻ എന്തെങ്കിലും സംബന്ധിച്ച് എന്നെ കൊണ്ട് ഭരതന് കൊണ്ട് കൊടുക്കാനായിരിക്കും അല്ലേ, നീയും ഭരതൻ്റെ ആ ഒരു കിങ്കരൻ തന്നെയാണ്, ഭരതൻ പറഞ്ഞ് നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നതാണ് ഞങ്ങൾക്ക് ആപത്തുണ്ടാക്കാൻ. ഇതൊക്കെയാണ് സീത അവിടെ അന്ന് പറഞ്ഞത്. അപ്പോൾ ഇത്രയും വലിയ പാപത്തിന് ദേവിക്ക് പരിഹാരമുണ്ടാകണം. അപ്പോൾ ദേവി കുറേ ദുഃഖം അനുഭവിച്ചു. പക്ഷേ ഭഗവാൻ പറഞ്ഞു, അതൊന്നും പോരാ, ലക്ഷ്മണൻ ത്യാഗധരനാണ്. ലക്ഷ്മണൻ്റെ ജീവിതം മുഴുവനും ലക്ഷ്മണൻ ഈ അമ്മയ്ക്കും ഈ അച്ഛനും വേണ്ടിയിട്ട്, സ്വന്തം അമ്മയ്ക്കും അച്ഛനുമല്ല, ഈ ജ്യേഷ്ഠനായിട്ടുള്ള അച്ഛനും ജ്യേഷ്ഠത്തി അമ്മയായിട്ടുള്ള അമ്മയ്ക്കും വേണ്ടിയിട്ടാണ് ലക്ഷ്മണൻ ജീവിച്ചത് മുഴുവൻ. അദ്ദേഹത്തിൻ്റെ ഒരു നിമിഷം അദ്ദേഹം ഉറങ്ങാതെയാണ്. അച്ഛനും അമ്മയും കിടന്ന് ഉറങ്ങുമ്പോൾ അദ്ദേഹം കാവൽ നിൽക്കുക കാട്ടിൽ. എന്നാൽ പകലോ അദ്ദേഹം ഉറക്കമില്ല. പകൽ അദ്ദേഹം കായ്കറികൾ ഉണ്ടാക്കണം, പച്ചക്കറികൾ കൊണ്ടുവരണം, അമ്മയ്ക്കും അച്ഛനും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം, ആശ്രമങ്ങൾ ഉണ്ടാക്കണം, ചങ്ങാടം ഉണ്ടാക്കണം, ഒരു സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്തേക്ക് പോകാൻ നദിയൊക്കെ കടന്നു പോകണം. അപ്പോൾ അദ്ദേഹം ത്യാഗമേ രൂപം കൊണ്ട് നടക്കുന്ന ഒരു ഈശ്വരൻ അവിടെ അദ്ദേഹമാണ് ഇത്രയും കാര്യങ്ങൾ കേട്ടത്. അപ്പോൾ അങ്ങനെയാണ് ലക്ഷ്മണൻ അവിടുന്ന് ഹൃദയം പിളർന്നാണ് ഇറങ്ങി പോകുന്നത്. വനദേവതമാരെ രക്ഷിച്ചു കൊള്ളൂ എന്ന് പറഞ്ഞിട്ട് പോകുന്നത്. അപ്പോൾ അതിനൊരു പരിഹാരമുണ്ടാകണം. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഇത് വാൽമീകി രാമായണത്തിൽ വ്യക്തമായിട്ട് രാമൻ ദേവിയോട് പറഞ്ഞ വാക്കുകളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ പറയുന്നില്ല. അപ്പോൾ അങ്ങനെ ദേവിയോടൊക്കെ പറഞ്ഞു. കുറച്ച് പരുഷമായിട്ട് തന്നെ ഭഗവാൻ പറയുകയാണ് അവിടെ ദേവിയോട്. പക്ഷേ അത് അധ്യാത്മരാമായണത്തിൽ എഴുതിയിരിക്കുന്നത് ദേവിയെ എന്താ പറയുക, ആ ഒരു ഇതുണ്ടല്ലോ, ഒരു അഗ്നികുണ്ഡം കൂട്ടിയിട്ട് അതിലേക്ക് ദേവി പ്രവേശിക്കുകയും അങ്ങനെ ആ ഒരു ഭഗവാൻ അങ്ങനെ ഒരു സംസാരിച്ചപ്പോൾ സീതാദേവിക്ക് ഒരു സംശയം തോന്നുകയും രാമന് എന്നെ എന്തോ ഒരു കുറവ് ഉണ്ടെന്ന് തോന്നുന്നു എന്നുള്ള രീതിയിൽ പറഞ്ഞു. ലക്ഷ്മണനോട് ദേവി പറയുകയാണ്, ലക്ഷ്മണ അഗ്നികുണ്ഡം ഉണ്ടാക്കിക്കോളൂ, ഞാൻ അതിനകത്തേക്ക് പ്രവേശിക്കാം, ഞാൻ അഗ്നി ശുദ്ധി ചെയ്ത് ഞാൻ പുറത്തേക്ക് വരികയുള്ളൂ എന്ന് പറയുകയാണ്. അധ്യാത്മരാമായണത്തിൽ പറയുന്നു, മായാസീതയാണ് പർണശാലയിൽ നിന്നതും മായാസീതയാണ് ഹനുമാൻ തട്ടിക്കൊണ്ടുപോയതും എന്ന് പറയുന്നു. യഥാർത്ഥ സീത അഗ്നിയിലായിരുന്നു എന്നും പറയുന്നു. അപ്പോൾ ആ അഗ്നിയിലേക്ക് മായാസീത പ്രവേശിക്കുകയും യഥാർത്ഥത്തിലുള്ള സീത അഗ്നിയിൽ നിന്ന് പുറത്തേക്ക് വരികയും ചെയ്യുന്നു എന്നാണ് അധ്യാത്മരാമായണം പറയുന്നത്. ഇതിനകത്ത് പറയുന്നത് വാൽമീകി രാമായണമാണ് യഥാർത്ഥത്തിലുള്ളത്. വാൽമീകി രാമായണത്തിൽ സീതാദേവി ലക്ഷ്മണനോട് പറയുകയാണ്, നീ അഗ്നികുണ്ഡം തയ്യാറാക്കൂ ലക്ഷ്മണ എന്ന് പറയുകയാണ്. ഭഗവാൻ അപ്പോൾ ശ്രീരാമചന്ദ്രനെ ലക്ഷ്മണൻ ഒന്ന് നോക്കിയപ്പോൾ ഭഗവാൻ അത് കണ്ണുകൊണ്ട് തന്നെ അതിന് അനുവാദം കൊടുത്തു. ലക്ഷ്മണൻ അനുവാദം കൊടുത്തു. അങ്ങനെ ലക്ഷ്മണൻ ഉടൻ തന്നെ അഗ്നികുണ്ഡം ഉണ്ടാക്കി. അങ്ങനെ സീതാദേവി ആ അഗ്നികുണ്ഡത്തിലേക്ക് പ്രവേശിക്കുകയാണ്. എന്നിട്ട് പ്രവേശിക്കുന്നതിന് മുമ്പായിട്ട് ഭഗവാനെ ശ്രീരാമചന്ദ്രനെ 3 പ്രാവശ്യം
ബദ്ധാഞ്ജലിയോടും അഞ്ജലിയോടും കൂടിയിട്ട് കൈ തൊഴുതു പിടിച്ചുകൊണ്ട് പ്രദക്ഷിണം ചെയ്തു. എന്നിട്ട് ആ പാവകൻ തന്നെയും വന്ദിച്ച് ചൊല്ലിനാൾ ആ അഗ്നികുണ്ഡത്തിലെ നോക്കി അഗ്നിയെ നോക്കിയിട്ട് പറയുകയാണ്, ഭർത്താവിനെ ഒഴിഞ്ഞന്യനെ ഞാൻ മമ ചിത്തെ നിരൂപിച്ചതെങ്കിലതിന്നു നീ സാക്ഷിയല്ലോ സകലത്തിനുമാകയാൽ സാക്ഷാൽ പരമാർത്ഥം ഇന്നറിയിക്ക നീ. ഭഗവാനെ, അഗ്നിദേവ, എൻ്റെ ഭർത്താവിനെ ഒഴിഞ്ഞ് മറ്റൊരു പുരുഷനെ എൻ്റെ ചിത്തത്തിൽ ഞാൻ നിരൂപിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നീ സാക്ഷിയാണ്, സകലത്തിനും സാക്ഷിയാണ് നീ. ആകയാൽ നീ പരമാർത്ഥം ഇന്നറിയിക്കൂ അഗ്നിദേവ എന്ന് പറയുകയാണ്. യഥാർത്ഥത്തിൽ കൊത്തിവയ്ക്കപ്പെടേണ്ട വാക്കുകളാണ്. നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിലും കൊത്തിവയ്ക്കപ്പെടേണ്ട വാക്കുകളാണ്. പരമാർത്ഥം അറിയാം ഭഗവാൻ, അല്ലേ? അങ്ങനെ യാതൊരുവിധ ഭയവും കൂടാതെ ദേവി ആ അഗ്നിദേവനെയും വലം വെച്ചിട്ട് എടുത്ത് ആ കത്തിക്കൊണ്ടിരിക്കുന്ന എരിഞ്ഞുകൊണ്ടിരിക്കുന്ന ആ അഗ്നികുണ്ഡത്തിലേക്ക് എടുത്തു ചാടുകയാണ്. അപ്പം ഇത് കണ്ടതും എല്ലാവരും ഭയപ്പെട്ടു, വിസ്മയപ്പെട്ടു, അത്ഭുതമായി. ലോകമൊക്കെ, 3 ലോകവും നിശ്ചലമായി. ഒരു നിമിഷം ഇന്ദ്രനും കാലനും പാശിയും വായുവും, എന്തിനേറെ പറയുന്നു കുബേരനും വിരിഞ്ചനും അപ്സരസുകളും ഗന്ധർവന്മാരും കിംപുരുഷന്മാരും കിന്നരന്മാരും ദന്തശൂകന്മാരും പിതൃക്കളും മുനികളും ചാരണന്മാരും ഗുഹ്യകന്മാരും സിദ്ധന്മാരും സാധ്യന്മാരും നാരദ തുമ്പുരു മുഖ്യജനങ്ങളും. അപ്പോൾ ഇവരെല്ലാവരും ഇത് കണ്ട് ഈ ഒരു ദൃശ്യത്തിന് സാക്ഷിയാകാനായിട്ട് ഈ അമ്മയുടെ ഈ ഒരു മഹിമ, ആ ദേവിയുടെ മഹിമ ആരും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെയൊന്നും സംഭവിക്കുമെന്ന്. എല്ലാവരും ഓർത്ത് ഭഗവാൻ അവിടെ നിന്ന് ദേവിയെ സ്വീകരിച്ചു, സന്തോഷമായി എന്താ പറയുക, രണ്ടുപേരും കൂടെ ഒരുമിച്ച് അയോധ്യയിലേക്കൊക്കെ പോരുമെന്നൊക്കെയാണ് വിചാരിച്ചത്. ഇവിടെ ദേവി അഗ്നിശുദ്ധി ചെയ്ത് പവിത്രയാണ്, താൻ പതിവ്രതയാണെന്ന് ദേവി തെളിയിക്കുകയാണ് ഇവിടെ. അത് ലോകത്തിനെ ഭഗവാൻ അറിയാം, ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിനെ അറിയാം. ദേവി പതിവ്രതയാണ്, തന്നെ ഒഴിഞ്ഞ് മറ്റൊരു പുരുഷനെ ഒരു നിമിഷം പോലും ഈ ദേവി ചിന്തിക്കുകയില്ല എന്ന് അറിയാം. പക്ഷെ എങ്കിലും ലോകത്തിന് മുമ്പിൽ ദേവിയെ പവിത്രയാക്കണം, പതിവ്രതയെന്ന് ലോകം നാളെ വിളിച്ച് പറയണം. അമ്മയുടെ മഹത്വം ലോകം മുഴുവൻ അറിയണം. അതുകൊണ്ടാണ് ഭഗവാൻ ഇങ്ങനെ ഒരു കാര്യം അവിടെ ചെയ്ത്. കൂട്ടത്തിൽ ദേവി പവിത്രയാകണം. ദേവിയുടെ ഉള്ളിൽ ആ ലക്ഷ്മണനോട് പറഞ്ഞ എന്താ പറയുക, പറയാൻ പാടില്ലാത്ത വാക്കുകൾക്ക് പരിഹാരവും ഉണ്ടാകണം. അതുകൊണ്ടാണ് ദേവി ഇങ്ങനെ അഗ്നിശുദ്ധി ചെയ്തോ. അഗ്നിദേവനാണ് ദേവിയെ പുറത്തു കൊണ്ടുവരുന്നത്. അപ്പോൾ ഇത് കണ്ട് എല്ലാവരും പുകഴ്ത്തുകയാണ്, അവർ സ്തുതിക്കുകയാണ്. സർവലോകത്തിനും കർത്താ ഭവാനല്ലോ, സർവത്തിനും സാക്ഷിയാകുന്നതും ഭവാൻ. എല്ലാ ലോകത്തിൻ്റെയും കർത്താവ്, ഇതിൻ്റെ ഒരു ഉടമസ്ഥൻ ഉണ്ടെങ്കിൽ അത് ഭഗവാനാണല്ലോ. പിന്നെയോ എല്ലാത്തിനും സാക്ഷിയാകുന്നതും ഭഗവാനെ അവിടുന്ന് തന്നെയല്ലേ. അജ്ഞാന വിഗ്രഹനാകുന്നതും ഭവാൻ. ഭഗവാനെ എന്താ പറയുക, അഞ്ജനാ വിഗ്രഹനാകുന്നതും, അതായത് ഈ കൽമഷങ്ങളെല്ലാം ഇല്ലാതെ ആക്കുന്നതും ഭഗവാനാണ്. അജ്ഞാനനാശനകാരനാകുന്നതും ഭഗവാൻ. അജ്ഞാനങ്ങളെല്ലാം ഇല്ലാതെയാക്കുന്നതും ഭഗവാനാണ്. പിന്നെയോ സൃഷ്ടികർത്താവാം വിരിഞ്ചനാകുന്നതും, അല്ലേ, ഈ മുഴുവൻ സൃഷ്ടിക്കുന്ന, ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിക്കുന്ന ആ ബ്രഹ്മാവും ഭഗവാൻ തന്നെയാണ്. അഷ്ടവസുക്കളും ഭഗവാൻ ആണ്. ലോകത്തിൽ ഉള്ളതും മധ്യവും ഏറ്റവും ഒടുവിൽ ഇല്ലാതെ ആകുമ്പോൾ ഉള്ളതും ഈ ഭഗവാനാണ്. നിത്യസ്വരൂപനാണ്. ഭഗവാന്റെ കർണങ്ങളായത്, ഭഗവാന്റെ ചെവികളാണ് അശ്വനി ദേവകളായത്. ഭഗവാന്റെ കണ്ണുകൾ സൂര്യനും ചന്ദ്രനുമാണ്. അങ്ങനെ അവരുടെ ആ ഒരു ദേവന്മാരുടെയും ആ കിന്നരന്മാരുടെയും യക്ഷന്മാരുടെയൊക്കെ ഒരു ഗംഭീരമായിട്ടുള്ള ഒരു സ്തുതിയാണ്. ബ്രഹ്മദേവനോട് ഭഗവാൻ അവസാനം പറയുകയാണ്, എനിക്ക് സന്തോഷമായി. അതിനുശേഷം ആ വൈദേഹിയെ കാഴ്ചയായിട്ട് എല്ലാവരും കൂടി ഒരുമിച്ച് ദേവിയെ ഭഗവാന്റെ അടുത്ത് കൊണ്ടുവരികയാണ്. എന്നിട്ട് പറയുകയാണ്, അങ്ങ് സ്വീകരിക്കൂ എന്ന് പറയുകയാണ്. അങ്ങനെ
ആ അഗ്നിഭഗവാൻ അഗ്നിഭഗവാന്റെ ആണ് ദേവിയെ കൊണ്ടുവന്ന് കൂട്ടത്തിൽ ദേവന്മാരെല്ലാവരും ഉണ്ട്. അങ്ങനെ അഗ്നിഭഗവാനെ ഭഗവാൻ തിരിച്ചും പൂജിച്ചു. അങ്ങനെ ദേവിയെ സ്വീകരിച്ചു. അങ്ങനെ ആ ജാനകി ദേവിയെ സ്വാംഗേ സമാവേശ ശോഭിച്ചതേറ്റവും തൻ്റെ അംഗത്തിൽ തന്നെ ഇരുത്തിയിട്ട് ആ ഭഗവാൻ ശോഭിച്ചു. അത് കണ്ടുകൊണ്ട് ഇന്ദ്രന്റെ സ്തുതി. രാമചന്ദ്ര പ്രഭോ പാഹിമാം പാഹിമാം, രാമഭദ്ര പ്രഭോ പാഹിമാം പാഹിമാം. ഭഗവാനെ രാമചന്ദ്ര പ്രഭോ, ഞങ്ങളെ രക്ഷിക്കൂ, ഞങ്ങളെ രക്ഷിക്കൂ. ഞങ്ങളെ രക്ഷിക്കാനായിട്ട് അങ്ങേപോലുള്ള കാരുണ്യ പീയൂഷം, കാരുണ്യ കടലായിട്ടുള്ള, കാരുണ്യ സാഗരമായിട്ടുള്ള ഭഗവാനെ അവിടെ നല്ലാതെ മറ്റാരാണുള്ളത്? ഭഗവാനെ നമുക്കും കൂടെയുള്ള പ്രാർത്ഥനയാണിത്. ഭഗവാനെ അവിടുത്തെ നാമം എപ്പോഴും എനിക്ക് ജപിക്കാൻ സാധിക്കണേ ഭഗവാനെ. ഭഗവാനെ അവിടുത്തെക്കുറിച്ച് എപ്പോഴും എൻ്റെ മനസ്സിൽ തോന്നിക്കണേ ഭഗവാനെ. ഭഗവാനെ അവിടുത്തെ ചരിതാമൃതം എപ്പോഴും ചൊല്ലാനായിട്ട് എനിക്ക് ഭാഗ്യമുണ്ടാവണേ ഭഗവാനെ. ഭഗവാനെ അവിടുത്തെ ചരിതാമൃതം കേൾക്കാനായിട്ട് എൻ്റെ ചെവി എപ്പോഴും കേൾക്കുമാറാകണേ ഭഗവാനെ. ഭഗവാനെ അവിടുത്തോടെ എപ്പോഴും ചേരാനായിട്ട് എനിക്ക് യോഗം വരണമേ ഭഗവാനെ. അങ്ങനെ ആ ദേവിയെയും സ്തുതിക്കുകയാണ്, രാമനെയും സ്തുതിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഭഗവാനെ മഹാദേവനും അങ്ങയുടെ തിരുനാമങ്ങൾ തന്നെയല്ലേ എപ്പോഴും ജപിക്കുന്നത്. ഭഗവാനെ അവിടുത്തെ പാദതീർത്ഥം ആത്മവിശുദ്ധിക്ക് വേണ്ടിയിട്ട് എപ്പോഴും ധരിക്കുന്നതും ആ ഉമാവല്ലഭനായുള്ള ഭഗവാനല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞ് സ്തുതിച്ച ആ ദേവേന്ദ്രനോട് രാഘവൻ പറയുകയാണ്, രാമൻ പറയുകയാണ്, ഈ ധാരാളം കവിവീരന്മാർ ഇപ്പോൾ മരിച്ചിട്ടുണ്ട് യുദ്ധത്തിൽ അല്ലേ. അവരെയൊക്കെ നീ എപ്പോഴും അവരെ ജീവിപ്പിക്കണം. പിന്നെ അവർ കഴിക്കുന്ന ഫലങ്ങളൊക്കെ നല്ല മധുരതരമാക്കി നീ തീർക്കണം. അതുപോലെ തന്നെ വാനരന്മാർക്ക് കുടിക്കാനായിട്ട് നദികളൊക്കെ തേനായി ഒഴുകണം. അപ്പോൾ ഭഗവാൻ ഇന്ന് എൻ്റെ ആ ഒരു ഇത് കേട്ടപ്പോഴത്തേക്ക് ഇന്ദ്രൻ പറയാണ്, ഭഗവാൻ എല്ലാം അവിടുന്ന് പറഞ്ഞതുപോലെ തന്നെ വരും, അതുകൊണ്ട് അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കൂ എന്ന് പറയുകയാണ്. അങ്ങനെ ഭഗവാൻ മഹാദേവനും ഒക്കെ അവിടെ വരികയും ഭഗവാനുമായിട്ട് സംസാരിക്കുകയും ഭഗവാനെ സ്തുതിക്കുകയൊക്കെ ചെയ്തു. അതിനുശേഷം ഭഗവാനോട് പറയുകയാണ്, നിന്നുടെ താതൻ ദശരഥൻ വന്നിതാ നിന്നു വിമാനമാർന്നു നിന്നെ കാണുവാൻ, ചെന്ന് വണങ്ങുക എന്ന് അൻപോട് കേട്ടതാ മന്നവൻ സംഭ്രമം കൊണ്ട് വണങ്ങിനാൻ. അപ്പോൾ തൻ്റെ അച്ഛൻ സ്വർഗത്തിൽ നിന്നും വന്നിരിക്കുന്നു എന്ന് പറഞ്ഞതും ദശരഥനെ കാണാനായിട്ട് ഭഗവാൻ ചെല്ലുകയും അങ്ങനെ ദശരഥനെ വണങ്ങുകയും ചെയ്യുന്നു. മാത്രമല്ല വൈദേഹിയും സുമിത്രാതനയനും അല്ലേ, ലക്ഷ്മണനും ദേവിയും പോയി ഭഗവാനെ വന്ദിച്ചു. അങ്ങനെ അതിനുശേഷം തിരികെ അവർ അയോധ്യയിലേക്ക് പോകുന്ന ഒരു ഭാഗമാണ് ഇനി പറയേണ്ടത്. അയോധ്യയിലേക്കുള്ള യാത്രയാണ്. തിരിച്ച് ലങ്കയിൽ നിന്ന് അയോധ്യയിലേക്ക് പോകാനായിട്ട് എല്ലാവരും ഒരുങ്ങി നിൽക്കുകയാണ്. അപ്പോൾ ഭഗവാൻ അപേക്ഷിച്ചു, വിഭീഷണനോട് പറയുകയാണ്, നീ എന്നെക്കുറിച്ച് ദാസനാം എന്നെക്കുറിച്ച് വാത്സല്യമുണ്ട് ഏതാനുമെങ്കിൽ അത്രയും സന്തുഷ്ടനായി മംഗലദേവതയാകിയ സീതയാ മംഗല സ്നാനവും ആചരിച്ചിടണം. അപ്പോൾ ഇവിടെ വിഭീഷണൻ ഭഗവാനോട് പറയുകയാണ്, ഭഗവാനെ അവിടുത്തെ ദാസൻ എന്നുള്ള രീതിയിലെങ്കിലും ഭഗവാൻ എന്നെ കണക്കാക്കുന്നുണ്ടെങ്കിൽ, എന്നിൽ വാത്സല്യമുണ്ടെങ്കിൽ, എന്നിൽ അങ്ങ് സന്തുഷ്ടനായിട്ടുണ്ടെങ്കിൽ ഈ ദേവിയായിട്ടുള്ള സീതയോടും കൂടി അങ്ങ് ഒരു ദിവസമെങ്കിലും എൻ്റെ കൊട്ടാരത്തിൽ കഴിയണം എന്ന് പറയുകയാണ്. അപ്പോൾ ഭഗവാൻ വിഭീഷണനോട് പറയുകയാണ്, എൻ്റെ സോദരനായിട്ടുള്ള ഭരതൻ എന്നെ കാണാതെ ആധി പൂണ്ടി ഇരിക്കുകയാണ്. അവനും എൻ്റെ മറ്റൊരു അനുജനായിട്ടുള്ള ശത്രുഘ്നനും അവൻ എന്നെ എല്ലാ ദിവസവും എന്നെ തന്നെ നോക്കിയിരിക്കുകയാണ്. ഞാൻ അവൻ തന്നോട് കൂടി ഒഴിഞ്ഞ അലങ്കാരങ്ങൾ ഒന്നും അനുഷ്ഠിക്കുക എന്നുള്ളതില്ലടോ. എൻ്റെ അനുജൻ എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നു വിഭീഷണ.
അവൻ ഞാൻ എങ്ങനെയാണോ കാട്ടിൽ കഴിഞ്ഞത് അതുപോലെ തന്നെയാണ് അവനും ഇപ്പോൾ അവിടെ കഴിയുന്നത്. അവനില്ലാതെ എനിക്കൊന്നും വേണ്ട, എനിക്കൊരു അലങ്കാരങ്ങളും വേണ്ട വിഭീഷണ, ഞാനൊന്നും അനുഷ്ഠിക്കുകയില്ല. എന്തൊരു മഹിമയാണ് ഭഗവാന്റെയും അതുപോലെ തന്നെ ഭരതന്റെയും ഒക്കെ. എത്ര സാഹോദര്യ ബന്ധമാണ് ഇവിടെ പറയുന്നത്. ശരിക്കും കാട്ടിൽ എന്തെങ്കിലും രാമന് എവിടെ വേണമെങ്കിലും പോകാം, അല്ലെങ്കിൽ ലങ്കയിൽ ചെന്ന് അവിടെ സുഖിച്ച് താമസിക്കാം. ഭഗവാൻ ഒന്നും ചെയ്യുന്നില്ല. ഭഗവാൻ അതൊന്നും വേണ്ടാന്ന് വയ്ക്കുകയാണ്. കാരണം എന്താണ്? തൻ്റെ അനുജൻ എന്നാണോ കാട്ടിൽ പോകുന്നത് അന്നു മുതൽ ഒരു സുഖഭോഗങ്ങളും അനുഭവിക്കാതെ ഒരു താപസനെ പോലെ, ഒരു മുനിയെ പോലെ അയോധ്യയിൽ പുറത്ത് നന്ദിഗ്രാമത്തിൽ ഭഗവാന്റെ പാദുകം വെച്ച് പൂജിച്ച ഒരു സന്യാസിയെ പോലെ ഭരതനും ശത്രുഘ്നനും കഴിയുകയാണ്, തൻ്റെ ഭാര്യയെയും അമ്മയെയും ഒക്കെ ഉപേക്ഷിച്ചിട്ട്. അപ്പോൾ അതുകൊണ്ട് ഭഗവാൻ പറയാണ്, ഞാൻ ഒരു സുഖഭോഗങ്ങളും അനുഭവിക്കുകയില്ല. 14 വർഷം എന്ന് തികയുന്നോ അവൻ നാളെ അത് തികയുകയാണ് വിഭീഷണ. അവൻ എന്നെ നോക്കിക്കൊണ്ടിരിക്കും. ഞാൻ അന്ന് തന്നെ ചെന്നില്ലെങ്കിൽ അഗ്നിയിൽ ചാടി മരിക്കും അവൻ പിറ്റേന്നാൾ. അവൻ പറഞ്ഞ ഒരു ദിവസമുണ്ട്, 14 വർഷം എന്ന് തികയുന്നോ അന്ന് ഞാൻ അവൻ്റെ മുമ്പിൽ എത്തിയിരിക്കണം. അന്ന് ഞാൻ ചെന്നില്ല എങ്കിൽ അവൻ അഗ്നിയിൽ ചാടി മരിക്കുമെന്നാണ് വിഭീഷണ പറഞ്ഞിട്ടുള്ളത്. എൻ്റെ അനുജൻ എനിക്ക് അത്ര പ്രിയപ്പെട്ടതാണ്. അതുകൊണ്ട് ഞാൻ നിന്നോട് യാത്ര ചോദിക്കുകയാണ്. നിന്നിലെ വാത്സല്യം എനിക്കില്ലാഞ്ഞിട്ടല്ല വിഭീഷണ. അതുകൊണ്ട് നീ ഈ മർക്കട വീരന്മാരെയൊക്കെ നീ സൽക്കരിക്കൂ, അവർക്ക് പ്രീതി വരുത്തൂ. ആ വാനരന്മാർക്ക് പ്രീതി വന്നാൽ, അവർക്ക് സന്തോഷമായാൽ എനിക്കും സന്തോഷമാകും വിഭീഷണ. അതിൽ യാതൊരുവിധ സംശയവുമില്ല. എന്നിട്ട് ഭഗവാൻ പറയാണ്, എന്നെ കനിവോട് പൂജിച്ചതിൻ ഫലം വന്നുകൂടും കപിവീരരെ പൂജിച്ചാൽ. എന്നെ പൂജിക്കുന്നതിന് അതേ ഫലം തന്നെയാണ് ഈ കപിവീരന്മാരെ, ഈ വാനരന്മാരെ പൂജിച്ചാലും നിനക്കുണ്ടാകുന്നത്. എന്നിട്ട് ഉടൻ തന്നെ ആ വിഭീഷൺ ഭഗവാൻ പറഞ്ഞതുപോലെ തന്നെ ആ വാനരന്മാർക്ക് വേണ്ട പൂജകളും അതുപോലെ തന്നെ അവർക്ക് വേണ്ട ആ ഭക്ഷണവും എല്ലാം കൊടുത്ത് അവരെ തൃപ്തിപ്പെടുത്തി. അപ്പോൾ എന്നിട്ട് വിഭീഷണൻ പറയുകയാണ്, ഭഗവാനെ കൈകൂപ്പിക്കൊണ്ട് പറയുകയാണ്, ഭഗവാനെ ഇവിടുന്ന് എത്രയും പെട്ടെന്ന് അയോധ്യയിലേക്ക് എഴുന്നള്ളാനായിട്ട് ഞാൻ പുഷ്പക വിമാനം വരുത്താം എന്ന് പറയുകയാണ്. അങ്ങനെ ഭഗവാൻ പറയുകയാണ്, എന്നാൽ താമസിക്കേണ്ട വിഭീഷണ, എത്രയും പെട്ടെന്ന് ആ പുഷ്പക വിമാനം വരുത്താൻ പറയുന്നു. അങ്ങനെ ജാനകിയോടും അനുജനോടും ചെന്നിട്ട് ആ മാനവവീരൻ ചെന്ന് ആ വിമാനത്തിലേറുകയാണ്. അങ്ങനെ ആ അർക്കാത്മജാതി കപിവരന്മാരോടും നക്തഞ്ജനാധിപനോടും രഘൂത്തമൻ മന്ദസ്മിതം കൊണ്ട് അരുളി ചെയ്തതാൽ അവരോട് പറയുകയാണ്, വിഭീഷണനോടും അതുപോലെ തന്നെ സുഗ്രീവനോടും ഹനുമാനോടൊക്കെ പറയുകയാണ്, ഞാൻ അയോധ്യയിലേക്ക് പോവുകയാണ്. നിങ്ങൾ കാരണം എൻ്റെ ശത്രുക്കളെ എനിക്ക് ജയിക്കാൻ സാധിച്ചു. അല്ലയോ മർക്കട രാജാവായിട്ടുള്ള സുഗ്രീവ, മഹാമതിയായിട്ടുള്ള ഭഗവാനെ, നീ കിഷ്കിന്ധയിൽ പോയിട്ട് ഇനി സുഖമായിട്ട് സൗഖ്യമായിട്ട് വാഴണം. അതുപോലെ തന്നെ വിഭീഷണ, നീയും ഇനി ഈ ലങ്കയിലെ ബന്ധുവർഗത്തോടു കൂടിയിട്ട് സുഖമായിട്ട് പുത്രകളത്രാദികളോടുകൂടി നീയും സുഖമായിട്ട് വാഴൂ എന്ന് പറയുകയാണ്. അപ്പോൾ അവർ ഭഗവാനെ വന്ദിച്ചിട്ട് പറയുകയാണ്, ഭഗവാനെ, ഞങ്ങൾക്കൊരു അപേക്ഷയുണ്ട്, അങ്ങത് കൈവെടിയരുത്. ഞങ്ങൾക്ക് അങ്ങേ പിരിയാൻ കഴിയുന്നില്ല ഭഗവാനെ. അതുകൊണ്ട് ഞങ്ങൾക്ക് ഭഗവാന്റെ അമ്മയെയും ഭഗവാന്റെ രാജ്യവും ഒക്കെ കാണാൻ ഞങ്ങൾക്കും ആഗ്രഹമുണ്ട് ഭഗവാനെ. അതുകൊണ്ട് ഭഗവാന്റെ അഭിഷേകം കാണണം ഞങ്ങൾക്ക്.
അവർ നിറകണ്ണുകളോട് പറയുകയാണ്. കാരണം എന്താണ്? ആ ഭഗവാനുമായിട്ടുള്ളൊരു ബന്ധം അവർക്ക് അത്ര അധികം സന്തോഷമാണ്. ഭഗവാനെ പിരിയാൻ പറ്റുന്നില്ല. യഥാർത്ഥത്തിൽ ആ ഭഗവാനുള്ളൊരു ബന്ധം അവർക്ക് കുറച്ച് നാളത്തെ ഒരു ബന്ധമേ ഉള്ളൂ. എങ്കിൽ കൂടി അവർക്ക് ആ ഭഗവാനെ പിരിയാൻ സാധിക്കുന്നില്ല. ഇതാണ് പല ഭക്തന്മാർക്കും പല അമ്മമാർക്കും ഒക്കെ ആ ഭഗവാനെ ഒരു നിമിഷം കണ്ടാൽ, ഒരു നിമിഷം ആ ഭഗവാന്റെ ചിന്ത വന്നാൽ പിന്നെ ഭഗവാൻ മനസ്സിൽ നിന്ന് പോവില്ല. അപ്പം അങ്ങനെ അവർ പറയുകയാണ്, ഞങ്ങൾക്കും ഭഗവാനെ അവിടുത്തെ അഭിഷേകം കാണണം. അതുകൊണ്ട് അവിടുത്തെ തിരുമനസ്സിൽ നിന്ന് ഞങ്ങൾക്ക് കൂടി അഭിഷേകം കാണാനുള്ള അനുവാദം അങ്ങ് തരണം എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഭഗവാൻ പറയുകയാണ്, അങ്ങനെ തന്നെയാണ് ആയിരുന്നു എൻ്റെയും ആഗ്രഹം. പിന്നെ ഞാൻ നിങ്ങളോട് യാത്ര പറഞ്ഞ് ഇവിടുന്ന് പുറപ്പെടാൻ ഭാവിച്ചത്, ഞാൻ പറഞ്ഞല്ലോ എൻ്റെ അനുജനായിട്ടുള്ള ആ ഭരതൻ്റെ കാര്യം പറഞ്ഞുവല്ലോ. അപ്പം എന്തായാലും നിങ്ങൾക്കും അങ്ങനെ തോന്നിയത് എനിക്ക് അങ്ങനെ ഉണ്ടായിരുന്നു, നിങ്ങൾ കൂടി വേണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഇപ്പം എന്തായാലും നിങ്ങൾക്കും കൂടി അങ്ങനെ തോന്നി. അത് വളരെ അത്ഭുതമായിട്ടാണ് ഇരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ മിത്രവിയോഗം എന്ന് പറയുന്നത് വളരെ ദുഃഖമുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് ഈ സേനയോടുകൂടി ശാചരരാജരും വാനരന്മാരും വിമാനമേറിയിടനൻ. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന കുറച്ച് സേനയും അതുപോലെ തന്നെ വിഭീഷണനും വാനന്മാരും എല്ലാവരും കൂടി ഒരുമിച്ച് ആ വിമാനത്തിലേറി അങ്ങനെ ആ ഭഗവാന്റെ ആ നിർദ്ദേശം അനുസരിച്ചിട്ടാണ് ഈ പുഷ്പക വിമാനം അങ്ങനെ യാത്ര ചെയ്യുന്നത്. അങ്ങനെ ആ പുഷ്പക വിമാനത്തിൽ അവർ യാത്ര ചെയ്യുന്ന സമയത്ത് ഉത്സംഗസീംനി വിന്യസ്യ സീതാഭക്തവത്സലൻ 4 ദിക്കും പുരാലോക്യ. അപ്പം ഭഗവാൻ അവിടെ പറയുകയാണ്, അല്ലയോ സീതേ, ഭഗവാൻ 4 ദിക്കും നോക്കിയിട്ട് പറയുകയാണ്, വത്സേ ജനകാത്മജേ, അല്ലയോ സീതേ, ഞാൻ പറയാം, നീ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടു എന്ന് പറയുകയാണ്. അപ്പോൾ ഒരു ആകാശ ദൃശ്യമാണ് ഭഗവാൻ നമുക്ക് അവിടെ തരുന്നത്. പശ്യ ത്രികൂടാചലോത്തമം അംഗസ്ഥിതം. അതായത് ഇതാണ് നമ്മൾ കാണുന്ന, ഇത് ആകാശ ദൃശ്യമാണ് അല്ലേ. പുഷ്പകുമാരത്തിൻ്റെ മുകളിൽ ഇരുന്നിട്ട് നോക്കുമ്പോൾ ആ ലങ്കയുടെ ആ മുകളിൽ നിന്നുള്ളൊരു ഭാഗം കാണുകയാണ്, ത്രികൂടാചലം കാണുകയാണ്. ഇതാണ് വിശ്വമോഹനമായ ലങ്കാപുരം. വിശ്വം മുഴുവൻ ഈ ലങ്കാപുരത്തെ നോക്കി മോഹിക്കുകയാണ്. അത്ര സുന്ദരമാണ്, അത്ര ശ്രേഷ്ഠമായിട്ടുള്ള ലങ്ക. അടുത്തത് യുദ്ധാങ്കണം കാണിച്ചു കൊടുക്കണേ. ഇവിടെയാണ് യുദ്ധം നടന്ന ആ ഒരു ഈ 7 ദിവസത്തെ യുദ്ധം നടന്ന ഒരു സ്ഥലം ഭഗവാൻ കാണിച്ചു കൊടുക്കുകയാണ്. ഇവിടെ എന്താ പറയുക, മാംസാസ്ഥിപൂർണം ഭയങ്കരം. ഇവിടെ എന്താ പറയുക, യുദ്ധം കഴിഞ്ഞ് അല്ലേ ഉടനെ പോവാണ്. അതുകൊണ്ട് മാംസങ്ങളും അസ്ഥിയൊക്കെ വളരെ ഒരു ഭയാനകമായിട്ടുള്ളൊരു ഭാഗത്തു കൂടിയാണ് അപ്പോൾ അവരവിടെ പോകുന്നത്. അപ്പോൾ വാനരന്മാരും രാക്ഷസന്മാരുമായിട്ട് ആ ഘോര യുദ്ധം ഉണ്ടായതും ഇവിടെ വെച്ചാണ്. ഇതാണ് രാവണൻ എൻ്റെ അസ്ത്രമേറ്റ് മരിച്ചു വീണ സ്ഥലം എന്ന് പറയുകയാണ്. അതുപോലെ തന്നെ കുംഭകർണനും മകരാക്ഷനും എൻ്റെ അമ്പ് കൊണ്ട് തന്നെയാണ് മരിച്ചത് സീതേ. പിന്നെ മേഘനാഥനും അതികായനും ഈ സൗമിത്രിയുടെ അസ്ത്രം കൊണ്ടാണ് ലക്ഷ്മണന്റെ അസ്ത്രമേറ്റിട്ടാണ് മരിച്ചത്. പിന്നെ ബാക്കിയുള്ള രാക്ഷസന്മാരെയൊക്കെ കൊന്നത് ഈ വാനരന്മാരാണ് എന്ന് പറയുകയാണ്. എന്നിട്ട് പറയുകയാണ്, അപ്പോൾ അവർ ആ വിമാനം നീങ്ങുകയാണ്. മുകളിൽ കൂടെ പോകുമ്പോൾ താഴെയുള്ള സ്ഥലങ്ങളെക്കുറിച്ച് രാമന് സീതയെ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ദേവി പറയണം, ദേവി ഇത് കണ്ടോ, സേതു ബന്ധിച്ചത് കാണടോ, സേതുബന്ധനം കണ്ടോ, ഞങ്ങൾ ലങ്കയിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ പാലമാണിത്, നീ നോക്കൂ. ആ സാഗരത്തിലാണ്, ആ സാഗരേ ഹേതു ബന്ധിച്ചത് തിന്നു നീയല്ലയോ. അപ്പോൾ ഈ സേതുബന്ധനം നീ കാണൂ. സേതുബന്ധം മഹാതീർത്ഥം പ്രിയേ പഞ്ചപാതകനാശനം ത്രൈലോക്യപൂജിതം കണ്ടാലും ഉണ്ടാം ദുരിതവിനാശനം. കണ്ടാലും
അങ്ങതിന്നത്ര രാമേശ്വരം എന്ന് പറയുകയാണ്. ഈ സേതുബന്ധം മഹാതീർത്ഥമാണ്. ഇവിടെ വന്ന് കുളിച്ചു കഴിഞ്ഞാൽ, സ്നാനം ചെയ്താൽ സർവ്വവിധ പാപങ്ങളും ഇല്ലാതെയാകും പ്രിയേ. പഞ്ചപാതക നാശനം, 5 തരത്തിലുള്ള മഹാപാപങ്ങളും പഞ്ചപാതകങ്ങളും ഈ സേതുബന്ധം കണ്ട് ഇവിടെ വന്ന് സ്നാനം ചെയ്താൽ ഇത് ഇല്ലാതെയാകും. ത്രൈലോക്യ പൂജിത 3 ലോകങ്ങളും ഈ സേതുബന്ധനത്തെ പൂജിക്കുന്നു ദേവി. അത് മാത്രം കണ്ടാൽ, ഇതൊന്ന് കണ്ടാൽ പോലും എല്ലാ ദുരിതങ്ങളും ഇല്ലാതെയാകും ദേവി. ഇതിൻ്റെ അപ്പുറത്താണ് രാമേശ്വരം. ദേവി കാണുന്നുണ്ടോ എന്ന് ചോദിക്കാൻ, എന്നാൽ പ്രതിഷ്ഠിതനായ മഹേശ്വരൻ പന്നകഭൂഷണൻ തന്നെ വണങ്ങുന്നേ. ആ മഹാദേവനിരിക്കുന്നു, സാക്ഷാൽ ജഗൽപിതാവായിട്ടുള്ള സാക്ഷാൽ മഹാദേവനിരിക്കുന്നു. എന്നാൽ പ്രതിഷ്ഠിതനായി ഞാൻ തന്നെയാണ് ആ പന്നകഭൂഷണനെ ആയിട്ടുള്ള ആ ശ്രീ മഹാദേവനെ ഇവിടെ പ്രതിഷ്ഠിച്ചത്. ദേവി ആ ഭഗവാനെ വന്ദിക്കൂ എന്നാണ് പറയുന്നത്. അത്ര പിന്നെ പറയാണ്, അത്ര വന്നെന്നെ ശരണമായി പ്രാപിച്ചത് ഉത്തമനായ വിഭീഷണമല്ലഭേ. അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് ആ വിഭീഷണൻ വന്നിട്ട് എന്നെ ശരണമായിട്ട് പ്രാപിച്ചത്. അതിനുശേഷം ആ പുഷ്കര വിമാനം നീങ്ങുകയാണ്. അങ്ങനെ ആ കിഷ്കിന്ധയാകും കപീന്ദ്രപുരീമിമാം. അങ്ങനെ ആ കിഷ്കിന്ധയിൽ അവർ എടുത്തി. അത് പറയുകയാണ്, ശ്രുത്വാ മനോഹരം ഭർത്തൃവാക്യം മുതാ പൃഥ്വീസുതയും അപേക്ഷിച്ച് തന്നേരം. അപ്പോൾ പറയുകയാണ്, കിഷ്കിന്ധ എത്തിയപ്പോഴത്തേക്കും ദേവി പറയുകയാണ്, ഭഗവാനോട് പറയുകയാണ്, താരാദിയായിട്ടുള്ള താരയും ആദ്യമായിട്ടുള്ള വാനരസുന്ദരിമാരെയും കണ്ടങ്ങ് കൊണ്ടുപോയിടണം. ദേവി പറയുകയാണ്, നമുക്ക് ഈ ഭീഷണന്റെ ഭാര്യയായിട്ടുള്ള രുമയെയും താരയെയും അതുപോലെ തന്നെ ഈ വാനരന്മാരുടെ പത്നിമാരെ എല്ലാവരെയും നമുക്ക് അയോധ്യയിലേക്ക് കൊണ്ടുപോകണം എന്ന് പറയാണ്. എന്നിട്ടോ കൗതൂഹലം അയോധ്യാപുരവാസിനാം ചേതസി പാരമുണ്ടായവരും. അപ്പോൾ ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് അയോധ്യാപുരവാസികൾക്ക് വളരെ അത്ഭുതം ഉണ്ടാകും എന്ന് പറയാണ്. എന്നിട്ട് പറയാണ്, വാനരവീരരും ഒട്ടുനാളുണ്ടല്ലോ മാനിനിമാരെ പിരിഞ്ഞിരുന്നിടുന്നു. വാനരന്മാരുടെ ഭാര്യമാരെ എത്ര നാളായി ഇവരെയൊക്കെ ഒന്ന് കാണാതെ പിരിഞ്ഞിരിക്കുന്നു. ഭർതൃപ്രയോഗ ദുഃഖം ഇന്ന് എന്നോളം ഈ ത്രിലോകത്തിങ്കൽ ആരറിഞ്ഞിട്ടുള്ളൂ. ആ ഭർത്താവിനെ പിരിഞ്ഞിട്ടുള്ള ദുഃഖം ഇന്ന് എന്നെപ്പോലെ മറ്റ് ഈ 3 ലോകത്തിലും ആർക്കെങ്കിലും അറിയാൻ സാധിക്കുമോ ഭഗവാനെ? അതുകൊണ്ട് ഈ വാനരന്മാരുടെ ഭാര്യമാർ എത്ര ദുഃഖിതകളാണ്. അതുകൊണ്ട് ഭഗവാനെ നമുക്ക് അവിടെ ഇറങ്ങി നമുക്ക് ഇവരുടെ ഭാര്യമാരെയും കൂടെ നമ്മുടെ കൂടെ കൂട്ടാം. ഇവരെയും നമുക്ക് അയോധ്യയിലേക്ക് കൊണ്ടുപോകാം ശ്രീരാമചന്ദ്ര എന്ന് പറയുകയാണ്. അതുകൊണ്ട് നമുക്ക് ഇന്ന് തന്നെ ഇവരെയോട് കൂട്ടിക്കൊണ്ടു പോകാം എന്ന് പറയുകയാണ്. അപ്പോൾ ആ ഭഗവാൻ ആ വിമാനം എന്ത് ചെയ്തു? ആ ഭൂമിതലത്തിലേക്ക് ഇറക്കി. അങ്ങനെ വാനരവീരരെ, നിങ്ങൾ എത്രയും പോയിട്ട് നിങ്ങളുടെ ആ ഭാര്യമാരെയൊക്കെ കൊണ്ടുവരൂ എന്ന് പറയുകയാണ്. അപ്പോൾ അവർക്കത് കേട്ടപ്പോൾ വളരെ സന്തോഷമായി. അപ്പോൾ അവരെങ്ങനെ രാമനോട് പറയുമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ ദേവി ഈ ഒരു കാര്യം രാമനോട് പറയുന്നത്. അങ്ങനെ അവർ പോയി വേഗം അവരുടെ ഭാര്യമാരെയൊക്കെ കൊണ്ടുവന്നു. അങ്ങനെ വീണ്ടും ആ പുഷ്പക വിമാനത്തിലെ യാത്ര തുടരുകയാണ്. അങ്ങനെ ആ താരാർമകളായ ജാനകി ദേവിയും താരാരുമാദികളോടും മോദാന്വിതം. അപ്പൊ ദേവി എന്ത് ചെയ്തു? ആ താരയോടും രുമയോടും ഒക്കെ വളരെ സന്തോഷത്തോടുകൂടി അവരോട് ആ വർത്തമാനമൊക്കെ പറഞ്ഞു. അങ്ങനെ സംപ്രീതി പൂണ്ട് തിരിച്ചു വിമാനവും. അങ്ങനെ വിശ്വൈക നായകൻ ജാനകിയോട് ഉര ചെയ്തതു പരമാനന്ദ സംയുതം. ആ ഭഗവാൻ ദേവിയോട് പറയുകയാണ്, വളരെ സന്തോഷത്തോടുകൂടി പറയുകയാണ്, പരമാനന്ദ സംയുതം പശ്യേ മനോഹരേ ദേവി വിചിത്രമാം ഋഷ്യമൂകാചലമുത്തുങ്കമെത്രയും. അല്ലയോ പശ്യ, നോക്കൂ ദേവി, കാണൂ. വിചിത്രമാം ഋഷ്യമൂകാചലം ഉത്തുംഗം എത്രയും. ഋഷ്യമൂകാചലം ആയിട്ടുള്ള ഈ പർവ്വതം ദേവി കാണൂ. അത്രൈവ വൃത്രാരിപുത്രനെ കൊന്നതും മുഗ്ധാംഗീ. ഇവിടെ വച്ചാണ്
ഞാൻ വൃത്രാരിപുത്രനെ, അതായത് ബാലിയെ കൊന്നത് ഇവിടെ വെച്ചാണ്. മുഗ്ധാംഗീ പഞ്ചവടി നാം ഇരുന്നേടം. അല്ലയോ ദേവി, നാം ഒരുമിച്ചിരുന്ന പഞ്ചവടി, നാം ഇരുന്ന സ്ഥലമാണിത്. ആകാശ ദൃശ്യമാണ്, നമ്മളിത് മനസ്സിൽ കാണണം. ഭഗവാൻ ആ പുഷ്പക വിമാനത്തില് ദേവിയും സുഗ്രീവനും വിഭീഷണനും ഹനുമാനും സുഗ്രീവനും അവരുടെ ഭാര്യമാരായിട്ടുള്ള താരയും രുമയും വാനരസുന്ദരിമാരും ധാരാളം, അതുപോലെ നക്തഞ്ചരന്മാരും ഒരുമിച്ച് ആ വിമാനത്തിൽ, പുഷ്പക വിമാനത്തിലിരുന്ന് യാത്ര ചെയ്യുന്ന സമയത്ത് ആ ഭഗവാൻ ആകാശത്തിലിരുന്ന്, ആ പുഷ്പക വിമാനത്തിലിരുന്ന് ദേവിയെ കാണിച്ചു കൊടുക്കുകയാണ്. ദേവി നോക്കൂ, പഞ്ചവടി, ഇതാണ് ഋഷ്യമൂകാചലം, ഇവിടെ വെച്ചാണ് ഞാൻ ബാലിയെ വധിച്ചത്, ഇതാണ് നാം ഇരുന്ന സ്ഥലം, വന്നു അഗസ്ത്യാശ്രമം കണ്ടു തൊഴു ദേവി എന്ന് പറയുകയാണ്. എന്താ പറയാ, സുധീഷ്ണാശ്രമം കാണൂ, തൊഴു എന്ന് പറയാണ്. പണ്ട് ചിത്രകൂടാചലം പണ്ടു നാം വാണേടം അത്രൈവ കണ്ടു ഭരതനെ നാമിടോ. ചിത്രകൂടാചലം എത്തി, ഇവിടെ വച്ചാണ് നമ്മൾ ഭരതനെ അവസാനം കാണുന്നതും ഈ ചിത്രകൂടാചലത്തിൽ വെച്ചിട്ടാണ്. ഭദ്രേ മുദാ ഭരദ്വാജാശ്രമം കാണുക ശുദ്ധീകരം യമുനാതടശോഭിതം. ആ ദേവി, ആ ഭരദ്വാജന്റെ ആശ്രമം, ഭരദ്വാജ മഹർഷിയുടെ ആശ്രമം, യമുനാതടത്തിലുള്ള ആ ഭരദ്വാജന്റെ ആശ്രമം. ഇനി അതിൻ്റെ ഗംഗാനദിയുടെ അടുത്താണ് ശൃംഗിപേരൻ, അതായത് ഗുഹൻ വാഴുന്ന നാട് എന്ന് പറയുകയാണ്. അടുത്തത് പിന്നെ സരയൂ നദി, അതിന് അപ്പുറത്തെ തീരത്ത് ധന്യമായ അയോധ്യാനഗരം മനോഹരെ യുദ്ധമരുൾ ചെയ്ത നേരത്തു രാഘവൻ. ഇതിൻ്റെ അപ്പുറത്താണ് നമ്മുടെ അയോധ്യാനഗരം എന്ന് പറയുകയാണ്. അങ്ങനെ ആ ഭഗവാന്റെ ആ മനസ്സ് അറിഞ്ഞിട്ടാണ് ഈ പുഷ്പക വിമാനം സഞ്ചരിക്കുന്നത്. ഭഗവാന്റെ മനസ്സ് ഇത് ലാൻഡ് ചെയ്യട്ടെ, അല്ലെ താഴട്ടെ എന്ന് പറഞ്ഞാൽ അത് വിമാനം താഴും, ഉയരട്ടെ എന്ന് പറഞ്ഞാൽ ഉയരും. അപ്പം അങ്ങനെ ഭഗവാൻ ചിത്തമറിഞ്ഞാച്ചു താണ് വിമാനവും. ഭഗവാൻ മനസ്സുകൊണ്ട് അത് താഴാൻ ചിന്തിച്ചു, അത് താഴ്ന്നു. അങ്ങനെ ഭരദ്വാജ മുനീന്ദ്രനെ നന്ദിച്ച് അനുഗ്രഹം ചെയ്തു മുനീന്ദ്രനും. അങ്ങനെ ഭഗവാൻ ആ ഭരദ്വാജ മഹർഷിയെ കണ്ടു. അങ്ങനെ മുനികളെ വന്ന് നമസ്കരിച്ചു. ഭരദ്വാജ മഹർഷിയോട് ചോദിക്കുകയാണ്, മാതൃജനത്തിനും സുഖമല്ലേ, സൗഖ്യമല്ലേ, മമ സോദരന്മാർക്കും ആചാര്യജനത്തിനും. ഭഗവാൻ ആ അമ്മയോടുള്ള ഒരു സ്നേഹം നോക്കിയേ, അമ്മയോടല്ല അമ്മമാരോട് അല്ലെ. അതുകൊണ്ടാണ് മാതൃജനത്തിനും, അല്ലെങ്കിൽ ചോദിച്ചാൽ എൻ്റെ കൗസല്യ അമ്മയ്ക്ക് സുഖമല്ലേ എന്ന്. ഇവിടെ ചോദിക്കണമെന്നാണ്, മാതൃജനത്തിനും സൗഖ്യമല്ലേ, മമ സോദരന്മാർക്കും ആചാര്യജനത്തിനും. എൻ്റെ സോദരന്മാർക്ക് സുഖമല്ലേ, ആചാര്യജനം എൻ്റെ ഗുരുക്കന്മാർക്ക് സുഖമല്ലേ. താമസശ്രേഷ്ഠൻ അരുൾ ചെയ്തു തന്നേരം. ആ താമസശ്രേഷ്ഠൻ പറയുകയാണ്, മിഥമാകർണ്യഭരതനും പറയാണ്. ആ താപസശ്രേഷ്ഠൻ പറയാണ്, താപം ഒരുവർക്കുമില്ല അയോധ്യാപുരേ. താപം ദുഃഖമൊന്നും ആർക്കുമില്ല ഭഗവാനെ അയോധ്യയില്. നിത്യം ആ ഭരതശത്രുഘ്നന്മാര് ആ ഫലമൂലങ്ങൾ മാത്രം ഭക്ഷിച്ചുകൊണ്ട് ഭക്തിയോടുകൂടി ജഡാവൽക്കരാദികള് ധരിച്ചുകൊണ്ട് ഭഗവാനെ സത്യസ്വരൂപനാം നിന്നെയും പാർത്താഹന്ത, നിന്നെ തന്നെ മനസ്സിൽ എപ്പോഴും ധ്യാനിച്ചുകൊണ്ട് സ്മരിച്ചുകൊണ്ട് ആ സിംഹാസനത്തിൽ പാദുകം വച്ചുകൊണ്ട് അവരുടെ മോഹങ്ങളെല്ലാം ത്യജിച്ചുകൊണ്ട് പുഷ്പാഞ്ജലി ചെയ്തുകൊണ്ട് ആ പാദുകത്തിൽ അങ്ങയുടെ പാദപത്മങ്ങളാണ് എന്ന് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് ആ പാദപത്മങ്ങളെ തന്നെ എന്നും ആ മെതിയടിയെ തന്നെ എന്നും പൂജിച്ചുകൊണ്ട് കർമ്മങ്ങളെല്ലാം ആ മെതിയടിയിൽ തന്നെ ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഈ ലോകത്തിന് മുഴുവൻ സമ്മതന്മാരായിട്ട് ഭരതശത്രുഘ്നന്മാർ കഴിയുകയാണ് എന്ന് പറയുകയാണ്. ഭഗവാനെ, നിന്റെ പ്രസാദം കൊണ്ട് ഞാനിതൊക്കെ അറിയുന്നു എന്ന് പറയുകയാണ്. എന്നിട്ട് ഞാനിതൊക്കെ അറിഞ്ഞു. എന്താണ് അറിഞ്ഞത്? സീതാപഹരണവും അതുപോലെ തന്നെ സുഗ്രീവനുമായിട്ട് സഖ്യമുണ്ടാക്കിയതും രാക്ഷസന്മാരെയൊക്കെ വധിച്ചതും അതുപോലെ യുദ്ധം നടന്നതും മാരുതിയുടെ യുദ്ധപരാക്രമവും അതുപോലെ ആദ്യമധ്യാന്തമില്ലാത്ത പരബ്രഹ്മം ഏതും തിരിക്കരുതാതൊരു വസ്തു നീ, ആദ്യവും അന്തവുമില്ലാത്ത പരബ്രഹ്മം ആണ് നീ. ആർക്കും നിന്നെ അറിയില്ല,
അതുപോലൊരു വസ്തുവാണ് നീ. സാക്ഷാൽ മഹാവിഷ്ണുവാണ്, നാരായണനാണ്, മോക്ഷപ്രദൻ. നിൻ തിരുവടി നിർണയം. ഭഗവാനെ അങ്ങ് മോക്ഷം കൊടുക്കുന്നവനാണ്. ലക്ഷ്മി ഭഗവതി ആകുന്നത് സാക്ഷാൽ സീതയാകുന്നു. ലക്ഷ്മി ഭഗവതി സീതയാകുന്നതും ആ സീതയാകുന്നത് ആരാണ്? സാക്ഷാൽ ലക്ഷ്മി ഭഗവതിയാണ്. ഈ ലക്ഷ്മണൻ അനന്തനാണ്, ജഗൽപ്രഭോ. ഇന്ന് ഭഗവാനെ അവിടുന്ന് വന്ന് എൻ്റെ ഈ ആശ്രമത്തെ അങ്ങ് പരിശുദ്ധമാക്കണം. എന്നിട്ട് അതിനുശേഷം അങ്ങക്ക് അയോധ്യയിലേക്ക് മടങ്ങാം. അങ്ങനെ ആ മുനിയുടെ കർണാമൃതം കേട്ട് ഭഗവാൻ അല്പസമയം അവിടെ വിശ്രമിച്ചു. അതിനുശേഷം ആണ് വീണ്ടും അയോധ്യയിലേക്ക് യാത്ര തുടരുന്നത്. അപ്പോൾ ഭഗവാൻ അയോധ്യയിലേക്ക് യാത്ര ചെയ്യട്ടെ. അതിനു മുമ്പായിട്ട് ഭഗവാൻ അവിടെ നിന്ന് ഭരദ്വാജന്റെ ആശ്രമത്തിൽ നിന്നും ഹനുമാൻ സ്വാമിയെ ഭരതൻ്റെ അടുക്കലേക്ക് താൻ വന്ന കാര്യം അറിയിക്കുന്നതിന് വേണ്ടി ഹനുമാൻ സ്വാമിയെ ഭരതൻ്റെ അടുത്തേക്ക് അയക്കുന്നുണ്ട്. അത് നമുക്ക് തൊട്ടടുത്ത ദിവസം തന്നെ കേൾക്കാം. ഞാൻ പറഞ്ഞല്ലോ തുടക്കത്തിൽ ഒരു 2-3 ഭാഗങ്ങളായിട്ട് വേണം നമുക്കിത് പറയാനായിട്ട്. എന്നുവെച്ചാൽ ഒത്തിരി സമയം അല്ലെങ്കിൽ നമ്മൾ പറയേണ്ടി വരും. അപ്പോൾ ഒത്തിരി 3-4 മണിക്കൂറൊക്കെ ആൾക്കാർക്ക് ഇന്നത്തെ ജീവിത തിരക്കിനിടയ്ക്ക് ഇപ്പോൾ തന്നെ ഒരു 50 മിനിറ്റ് 51 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ജീവിത തിരക്കിനിടയ്ക്ക് എല്ലാവർക്കും ചിലപ്പോൾ അത്രയും സമയമൊന്നും കിട്ടില്ല. അപ്പോൾ 1 മണിക്കൂർ ഒക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്കത് കൂടുതൽ ബുദ്ധിമുട്ടാവും. അത് ആൾക്കാർക്ക് ഭഗവാനെ കഥകൾ എപ്പോഴും കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷേ ജീവിതത്തിലെ തിരക്കുകൾ കൊണ്ട് കേൾക്കാൻ പറ്റാത്ത ആൾക്കാരുമുണ്ട്. എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഭഗവാന്റെ കഥകൾ കേൾക്കാം, യൂട്യൂബിലുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഉറങ്ങുന്ന സമയത്തോ അല്ലെങ്കിൽ അടുക്കളയിൽ ജോലി ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ഓഫീസിൽ പോകുമ്പോൾ ബസ്സിലിരിക്കുന്ന സമയത്തോ അങ്ങനെ ഏതെങ്കിലുമൊക്കെ സമയത്ത് നമുക്കിരുന്ന് ഭഗവാന്റെ കഥകൾ കേൾക്കാം. മനസ്സ് ഭഗവാനിൽ തന്നെ ഉറപ്പിച്ച് നിർത്താം. ഇവിടെ ഭരത ശത്രുഘ്നന്മാർ ചെയ്തതുപോലെ ആ ഭഗവാന്റെ ചിത്തം തന്നെ എപ്പോഴും മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് സ്വയം ശുദ്ധരായിട്ട് ആ ഭഗവാന് തൃപ്പാദങ്ങളാകുന്ന ആ മെതികടികളെ തന്നെ പുഷ്പാഞ്ജലി ചെയ്തുകൊണ്ട് കർമ്മങ്ങളെല്ലാം ആ ഭഗവാന് തൃപ്പാദങ്ങളിൽ അർപ്പിച്ചുകൊണ്ട് ആ ഭരതശത്രുഘ്നന്മാർ എങ്ങനെയാണോ അയോധ്യാപുരം ഭരിച്ചത്, ഈ ഭൂമി ഭരിച്ചത്, അതുപോലെ തന്നെ ഭഗവാനെ ആശ്രയിച്ചുകൊണ്ട് ഭഗവാന്റെ പാദങ്ങളെ ആശ്രയിച്ചുകൊണ്ട് ഭഗവാനെ നിരന്തരം ധ്യാനിച്ചുകൊണ്ട് ഹൃദയത്തിൽ ഭഗവാന്റെ ദിവ്യകോമളമായിട്ടുള്ള ആ രൂപം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നമുക്കും ഓരോ ദിവസവും ഭഗവാനിലേക്കുള്ള ഒരു യാത്ര നമുക്ക് തുടരാം. അടുത്ത ദിവസം നമുക്ക് ഹനുമൽ ഭരത സംവാദം കേൾക്കാം. എല്ലാവർക്കും ഭഗവാൻ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ഹൃദയം നിറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. സർവം ശ്രീരാമദേവ പാദാരവിന്ദാർപ്പണമസ്തു. ഹരിഹി ഓം തത്സത്. ഓം ശ്രീ സദ്ഗുരുഭ്യോ നമഃ.